കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ കിട്ടുന്ന കർഷകരും അതോടൊപ്പം തന്നെ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമില്ലാത്ത കർഷകരെല്ലാവരും കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പുണ്ടായിരുന്നു. നിലവിൽ ഒരുപാട് കർഷകർ ഇത് പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് മാസം 31-ാം തീയതി വരെ ഇപ്പോൾ സമയം ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ കർഷകരും കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. ഇനി അത് അധികം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. എത്രയും വേഗം തന്നെ കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും എന്നൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കൃഷിഭവൻ പരിധിയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ എല്ലാം പ്രാദേശിക പേജുകൾ വഴിയെല്ലാം ഇത്തരത്തിൽ അറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇതിനുവേണ്ടി നമ്മളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ സംവിധാനമൊരുക്കിയതായിട്ടും അറിയിപ്പിൽ പറയുന്നുണ്ട്. അതായത് അക്ഷയ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ഇവിടെയെല്ലാം തന്നെ നമുക്ക് എത്തിച്ചേർന്നാൽ ഈ ഒരു കതിർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കാർഷിക വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷനാണ് കതിർ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫോൺ വഴിയും രജിസ്റ്റർ ചെയ്യാം, അതല്ല എങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നാൽ മതി. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ വിളനാശം സംഭവിക്കുമ്പോൾ അതിലുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കൽ, ഇനി അതോടൊപ്പം തന്നെ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ പോലുള്ള പദ്ധതികളുടെ വിതരണം, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം ഇനി മുതൽ ഇതൊരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയാണ്. കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ID ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഏത് ആവശ്യങ്ങൾക്കും, ഇനി നമുക്ക് 60 വയസ്സ് കഴിയുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കണമെങ്കിൽ പോലും ഇതിലുള്ള നമ്പർ അല്ലെങ്കിൽ ഇതിലുള്ള രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് നൽകിയാൽ മതിയാകും. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ഘട്ടമെന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത ശേഷം ഫാർമേഴ്സ് ID, ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സംവിധാനം വരെയുണ്ട്. ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും ഉദ്യോഗസ്ഥർ ഇത് വെരിഫിക്കേഷൻ ചെയ്യുകയും ഏറ്റവും ഒടുവിൽ നമുക്ക് ഇത് അപ്രൂവ് ആകുമ്പോൾ ഈ ID കാർഡ് ജനറേറ്റ് ആയി നൽകുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. ഭാവിയിൽ ഇതൊരു പ്രധാന തിരിച്ചറിയൽ രേഖയായിട്ട് മാറ്റപ്പെടുക കൂടി ചെയ്യും. കതിർ രജിസ്ട്രേഷന് വേണ്ടി നമ്മളുടെ കൃഷിഭൂമി സംബന്ധിച്ച കരമടയ്ക്കുന്ന രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇതോടൊപ്പം തന്നെ കർഷകൻ്റെ ഫോട്ടോ, ഈ രേഖകളൊക്കെ ആയിട്ടാണ് നമ്മളടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമികളൊക്കെ ഉണ്ട് എങ്കിൽ അവരെല്ലാം തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു തിങ്കളാഴ്ച വിതരണം ചെയ്യുകയാണ്. ഈ കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അങ്ങനെ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇപ്പോൾ തടസ്സപ്പെടുകയില്ല. പിന്നീട് ഭാവിയിലേക്ക് 20ാം ഗഡുവോ അല്ലെങ്കിൽ തുടർന്നുള്ള ഗഡുക്കളോ വരുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കതിർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ പറയുന്ന കാലയളവിനുള്ളിൽ തന്നെ മാർച്ച് 31 അതിനു മുൻപ് തന്നെ ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.